ഈ GCCയിൽ വരുന്ന ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ച് അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഒരു ERP സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഒരു ബിസിനസ്സിലാണെങ്കിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എക്സ്പെൻസുകളാണെങ്കിൽ തന്നെ ഒരുപാട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നുണ്ട്. അതുപോലെ സ്റ്റോക്കുകൾ, ഇൻവെൻട്രി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഏതൊരു മേഖലകളിലാണ് കൂടുതൽ എക്സ്പെൻസ് വരുന്നത്, ആ എക്സ്പെൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരു കമ്പനിയെ വെച്ചിട്ട് ചിലപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് മാർജിന് ഒരുപാടുണ്ടാവും, പക്ഷേ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അതിലും കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊക്കെ മേഖലകളാണ് എക്സ്പെൻസുകൾ കൂടുന്നത് അതിനനുസരിച്ച് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേതാകുമ്പോൾ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് അറിയാൻ പറ്റില്ല, എവിടെയാണ് കൂടുതൽ പെട്ടെന്ന് നമുക്ക് റിപ്പോർട്ട്. അപ്പോൾ ബുക്കിൽ എഴുതി വെക്കുക കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. മറ്റേതാകുമ്പോൾ നമുക്കൊരു മന്ത്ലി വെച്ചിട്ടോ ഒരു ഗ്രാഫിക്കലി കാര്യങ്ങളൊക്കെ വെച്ച് ഡാഷ്ബോർഡൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ക്വിക്കായിട്ടുള്ള ഡിസിഷനും കാര്യങ്ങളും എടുക്കുക. നമ്മൾ എത്രത്തോളം നമ്മളിത് ലാഗ് ചെയ്യിക്കുന്നു അത്രത്തോളം നമുക്ക് ലോസ് ആയിരിക്കും വരിക. പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആ ഏരിയയിലേക്ക് വരുന്ന എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് പറ്റും, കുറയ്ക്കാൻ പറ്റും. അതൊക്കെ ഒരു പ്രോപ്പറായിട്ടൊരു ERP കാര്യങ്ങളോ സോഫ്റ്റ്വെയർ ആ ഒരു കമ്പനീനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ERP അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ.